ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാൾ. ശിവഭക്തർ ഉത്സവതുല്യമായി ആഘോഷപൂർവ്വം ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണിത്. പ്രത്യേകിച്ച് സ്ത്രീകൾ പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസവും ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് വിശ്വാസം. തിരുവാതിരയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തിരുവാതിര വ്രതം എടുക്കേണ്ട രീതിയെക്കുറിച്ചാണ്. ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായി ഈ ദിവസം സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് തിരുവാതിര. ഈ വ്രതം എടുക്കുന്ന സുമംഗലിമാർക്ക് ദീർഘമാംഗല്യവും അവരുടെ മക്കൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ പുരുഷനെ ഭർത്താവായും ലഭിക്കുമെന്നാണ് വിശ്വാസം. മകേര്യം നാളും തിരുവാതിര നാളും തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത്. പക്ഷെ തിരുവാതിരയ്ക്ക് 10 ദിവസം മുൻപ് വ്രതം ആരംഭിക്കണമെന്നാണ് പണ്ടുകാലം മുതൽക്കുള്ള വിശ്വാസം. ഈ 10 ദിവസങ്ങളിലും വ്രതമെടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് തിരുവാതിര കളി കളിക്കാറുണ്ടായിരുന്നു. 9-ാം ദിവസം മകേര്യം നാളിന് പാതിരാത്രി വരെയും വ്രതാനുഷ്ഠാനങ്ങൾ നീളും. 10-ാം ദിവസമാണ് തിരുവാതിര. ഈ 10 ദിവസങ്ങളിലും ഉപവാസം വേണമെന്നാണ് വിശ്വാസം. ജലപാനവും ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാം. തിരുവാതിര വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിയണമെന്നും വിശ്വാസമുണ്ട്. തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടങ്ങാടി ഭക്ഷിക്കുകയും തുടിച്ചു കുളിക്കുകയും ചെയ്യുന്നു. തിരുവാതിര ദിവസം സ്ത്രീകൾ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും കൂട്ടി മുറുക്കും. 3ഉം കൂട്ടി മുറുക്കുക എന്നാണ് ഇതിന് പറയുന്നത്. പാതിരാപ്പൂ ചൂടുന്നത് വരെ നാമജപവുമായി കഴിച്ചുകൂട്ടണം. അതിനുശേഷം പാതിരാപ്പൂവ് ചൂടി തിരുവാതിര കളിക്കണം. അതിനുശേഷം തുടിച്ചു കുളിക്കണം, അതായത് കുളത്തിൽ മുങ്ങി കുളിക്കണം. ഇനി വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് നോക്കാം. 10 ദിവസം വ്രതം എടുക്കാത്തവർ തിരുവാതിരയുടെ തലേനാൾ മുതൽ വ്രതം ആരംഭിക്കണം. ഈ വർഷം ജനുവരി 12-ന്, അതായത് ധനു 22 പകൽ 11:26 മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കും. പിറ്റേ ദിവസം 10:39 വരെ തിരുവാതിര നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ജനുവരി 11 മുതൽ തിരുവാതിര വ്രതത്തിനായി തയ്യാറെടുക്കണം. ചിലർ തലേ ദിവസം ഒരിക്കലൂണും മറ്റ് വ്രതാനുഷ്ഠാനങ്ങളും നോൽക്കും. മറ്റു ചിലർ തലേ ദിവസം മത്സ്യമാംസാദികൾ വേണ്ടെന്ന് വെക്കും. വൈകുന്നേരം വിളക്ക് കത്തിച്ച് ശിവനെയും പാർവതി ദേവിയെയും ഉമാമഹേശ്വര സങ്കല്പത്തെയും പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം. തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്നത് വരെ ഉപവാസം എടുക്കുന്നതാണ് തിരുവാതിര വ്രതത്തിന്റെ രീതി. ചിലർ ഒരിക്കലൂണായും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ആരോഗ്യമനുസരിച്ച് അതിൽ തീരുമാനമെടുക്കണം. തിരുവാതിര ദിവസം വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവന് പിൻവിളക്കും മുൻവിളക്കും മറ്റ് വഴിപാടുകളും കഴിപ്പിക്കണം. അന്നത്തെ ദിവസം വ്രതമെടുക്കുന്നവർ ഉറങ്ങരുതെന്നാണ് സങ്കല്പം. അന്ന് അർദ്ധരാത്രിയിലാണ് പാതിരാപ്പൂ ചൂടലും തിരുവാതിര കളിയും പോലുള്ള ആചാരങ്ങൾ നടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവനെ ഭജിക്കുക. പക്ഷെ വ്രതം മുറിക്കേണ്ടത് 10:39 ശേഷമായിരിക്കണം. അപ്പോഴാണ് തിരുവാതിര നക്ഷത്രം കഴിയുന്നത്. ഇനി ഈ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലങ്ങൾ ഒന്നുകൂടെ പറയാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യത്തിനും പങ്കാളികൾക്കിടയിലെ കലഹമില്ലാതാക്കാനും ദീർഘമാംഗല്യത്തിനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും മക്കൾക്ക് ഐശ്വര്യമുണ്ടാകാനും വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല വരനെ ഭർത്താവായി ലഭിക്കാനും സന്താന ഭാഗ്യത്തിനും അടക്കം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾ അകറ്റാനും കുടുംബസുഖം കൈവരാനുമാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ തിരുവാതിര വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.